നന്നായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലി മൂവി, നല്ലൊരു പ്രണയം പറയുന്ന കഥ. അതിനപ്പുറം പ്രവാസികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. കാരണം ഈ പറയുന്നോണം ഓരോ പ്രവാസികളുടെയും കുടുംബം അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകള്, ഭാര്യമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പ്രണയത്തിലൂടെയും സ്നേഹത്തിലൂടെയൊക്കെ പറയുന്നു. ഓരോ കുടുംബത്തിലുമുള്ള ചെറിയ ചെറിയ ഇണക്കങ്ങള്, പിണക്കങ്ങള്, പ്രവാസികളുടെ ഭാര്യമാരും ഭർത്താവും തമ്മിലുള്ള ആ ഇണക്കങ്ങൾ, പിണക്കങ്ങളൊക്കെ ഇതിലൂടെ നന്നായിട്ട് അത് പറയുന്നുണ്ട്. ഒപ്പം ദൂരെ ഉള്ളവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത്. ഒപ്പം ഒരു പ്രകൃതി ദുരന്തവും അതുമൂലം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ആ ഒരു കുടുംബം നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ പറയുന്ന എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ കുഴപ്പമില്ല, കൊള്ളാം. ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദന്റെ നല്ല പെർഫോമൻസ്. അപർണ ബാലമുരളിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ക റൊമാന്റിക് മൂവിയാണോ? റൊമാൻറ്റിക് കുഴപ്പമില്ല, റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ഗുഡ് ആണോ? ഫീൽ ഗുഡ് ആണോ? ഫീൽ ഗുഡ് ആണ്. ഫാമിലി മൂവിയായിരുന്നു. പക്ക റൊമാന്റിക് മൂവിയാണോ? പക്ക റൊമാന്റിക് മൂവി. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദന്റെ, അപർണ ബാലമുരളിയുടെ. നല്ല പടം, ഇഷ്ടപ്പെട്ടോ? ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം. പെർഫോമൻസ് ബേസ് ആരെയാ ഉള്ളതെന്ന്? പെർഫോമൻസ് ഉണ്ണിമുകുന്ദനും അപർണയും നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. പക്ക ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? ഫാമിലി ഓഡിയൻസിനെ ഇഷ്ടപ്പെടുമോ? എങ്ങനെയുണ്ട് ചേച്ചി? ഇഷ്ടപ്പെട്ടോ? ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കണ്ടു ചേച്ചി? ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടോ? എമോഷണലി കണക്ട് ആയോ? നല്ല പടം. ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ക ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? പ്രവാസികൾക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും.